BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒന്നും ഇത്തവണയും സക്സസ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണമാണ് PC ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഷോൺ ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് BJP വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്നൊരു സമൂഹം തന്നെയാണ് ക്രിസ്ത്യൻ സമൂഹം, അതിൽ തന്നെ കത്തോലിക്ക സഭ. പക്ഷേ കത്തോലിക്ക സഭയുടെ നേതൃത്വം പലപ്പോഴും ഒരു ഭാഗത്ത് BJPയോട് അനുഭാവമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കും, എന്നിട്ട് നേരെ പോയിട്ട് UDFന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കും. അത് കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചു BJPക്ക് വലിയൊരു മുൻതൂക്കം ക്രിസ്ത്യൻ മേഖലകളിൽ ഉണ്ടാകുന്നുള്ള. BJPയുടെ ഭാഗത്ത് നിന്ന് നല്ല അനുകൂല സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. അതിപ്പോൾ കേന്ദ്ര സർക്കാർ ആണെങ്കിലും പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത് ഷാ, ഇവരെല്ലാം കത്തോലിക്ക സഭയെയും ക്രിസ്ത്യൻ സഭകളെയും കൂടെ കൊണ്ടുപോകാനാണ് ആഗ്രഹിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഒരുപാട് വിട്ടുവീഴ്ചകൾ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ FCRA ബില്ല് അത് അവതരിപ്പിക്കുന്നത് മാറ്റിവെച്ചു. കത്തോലിക്ക സഭയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ. ഇതൊക്കെ ഒരു വലിയ മാറ്റം തന്നെയായിരുന്നു. അതിനു മുമ്പ് കന്യാസ്ത്രീകളുടെ വിഷയം ഛത്തീസ്ഗഡിൽ വന്നപ്പോൾ കൃത്യമായിട്ട് തന്നെ ഇടപെട്ടു BJP നേതൃത്വം. BJP നേതാക്കളുടെ ആ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് അവിടുത്തെ സർക്കാർ, ഛത്തീസ്ഗഡിലെ BJP സർക്കാർ ഇത്തരം ഒരു അനുകൂല നിലപാട് കന്യാസ്ത്രീകൾക്ക് ഫേവർ ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മുമ്പിലുണ്ട്. പലപ്പോഴും BJP ഇത്തരം അനുകൂല നിലപാട് തന്നെയാണ് സഭകളോടൊക്കെ സ്വീകരിച്ചിരുന്നത്. അവരുടെ ആശങ്കകൾ പരിഹരിക്കാനും കേൾക്കാനും എല്ലാം BJP മന്ത്രിമാരും കേന്ദ്ര നേതൃത്വമൊക്കെ തയ്യാറായിരുന്നു. മുനമ്പം വിഷയത്തിൽ BJP ഇടപെട്ടത് നമുക്ക് മുമ്പിലുണ്ട്. പാലാ ബിഷപ്പിനെതിരെയുള്ള അതിക്രമങ്ങളിൽ ഏത് രീതിയിലാണ് BJP നിലയുറപ്പിച്ചെന്നുള്ളത് നമുക്ക് മുമ്പിലുണ്ട്. എന്തിന് ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ കുറച്ച് മുമ്പായിട്ട് നടന്ന ഒരു സംഭവമായിരുന്നു പള്ളുരുത്തിയിലെ ആ ഒരു ഹിജാബ് വിവാദം. പള്ളുരുത്തി ഹിജാബ് വിവാദത്തിൽ ഷോൺ ജോർജാണ് അവിടുത്തെ വിശ്വാസികൾക്കും അതുകൂടാതെ കന്യാസ്ത്രീകൾക്കും മാനേജ്മെൻറ്റിനൊപ്പം നിന്നത്. എന്തായിരുന്നു ഹൈബി ഈഡൻ സ്വീകരിച്ചതെന്നുള്ളത് നമുക്കറിയാം. ഹൈബി ഈഡൻ ഓപ്പണായിട്ട് SDPക്ക് അനുകൂലമായുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതുമാത്രമല്ല ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സഭാവിശ്വാസികളൊക്കെ തള്ളിപ്പറയാനും ഹൈബി ഈഡൻ തയ്യാറായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു സത്യാവസ്ഥ. പക്ഷെ അങ്ങനെയാണെങ്കിലും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സമീപനമാണ് സഭാ ബിഷപ്പുമാരും മറ്റ് നേതൃത്വമൊക്കെ സ്വീകരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പൊക്കെ ഓപ്പണായിട്ട് മഠങ്ങളിൽ വിളിച്ച് UDFന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത്തവണ PC ജോർജ് അല്ലെങ്കിൽ ഷോൺ ജോർജ് ഇവരൊക്കെ ജയിക്കുകയാണെങ്കിൽ, അനൂപ് ആൻ്റണി ഇവരൊക്കെ ജയിക്കുകയാണെങ്കിൽ ഒരു വലിയ മാറ്റം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നു. അതിൻ്റെ ഒരു ഗുണം കത്തോലിക്ക സഭയ്ക്കും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ സത്യാവസ്ഥ ഇതിന് നേർ വിപരീതമാണെന്നുള്ളതാണ് ഒരു വസ്തുത. BJPയെ സംബന്ധിച്ച് BJP ഒരു പ്രീണന പാർട്ടിയല്ല. അതിപ്പോഴും കത്തോലിക്ക സഭയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. മാക്സിമം സഭയെയും മറ്റ് ക്രിസ്തീയ സംഘടനകളെയൊക്കെ ഒപ്പം നിർത്താൻ BJP ശ്രമിക്കും. BJPയെ സംബന്ധിച്ച് BJPക്ക് കത്തോലിക്ക സഭയല്ല ഒരു പ്രധാനപ്പെട്ട സംഭവം. BJP വളർന്നത് കത്തോലിക്ക സഭയുടെ പിന്തുണ കൊണ്ടൊന്നല്ല. BJPക്ക് സഭയില്ലെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ സഭയ്ക്ക് BJPയെയും കേന്ദ്ര സർക്കാരിനെയൊക്കെ ആവശ്യമുണ്ട് എന്നതാണ് ഒരു വസ്തുത. പക്ഷേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ ഓപ്പണായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സമീപനം തുടരുകയാണെങ്കിൽ പിന്നെ ഈ നിലപാട് പുനഃപരിശോധിക്കേണ്ട സമയമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ നല്ലൊരു വിഭാഗം ജനങ്ങളൊക്കെ BJPയോട് അനുഭാവപൂർണ്ണമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് BJP അത്ര പ്രശ്നക്കാരൊന്നുമല്ല. BJPക്ക് വോട്ട് ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരുപാട് ക്രിസ്തീയ വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർക്കറിയാം അവരുടെ മുമ്പിലുള്ള യഥാർത്ഥ ത്രെട്ട് എന്താണെന്നുള്ളത്. കേരളത്തിലെ സാഹചര്യം ഇനി മാറാൻ പോവുകയാണ്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, VD സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ശരിക്കും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഭരണമായിരിക്കും. മുസ്ലിം മതമൗലികവാദികൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇത് വർഗീയതയല്ല, ഇത് സത്യാവസ്ഥയാണ് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. ക്രിസ്ത്യൻ സഭകൾക്കുൾപ്പെടെ അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികൾക്കുൾപ്പെടെ അറിയുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഈ ആശങ്കയുണ്ടെന്നുള്ളതാണ്. മുസ്ലിം വിഭാഗത്തിലെ ഒരു വലിയ വിഭാഗത്തിന് പോലും ഇത് സംബന്ധിച്ച് ആശങ്കയുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള തീവ്ര ചിന്താഗതി പുലർത്തുന്ന സംഘടനകളൊക്കെ ഭരണകാര്യങ്ങളൊക്കെ ഇടപെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് കാണുന്ന സെക്യുലറിസം ഇല്ലാതാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. 10 വർഷം അധികാരത്തിന് പുറത്താണ്. അപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഏത് ചെകുത്താനുമായിട്ടും കൂടാൻ തയ്യാറാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതാണ് സാഹചര്യം. ഈ സാഹചര്യം നിൽക്കുമ്പോഴാണ് കത്തോലിക്ക സഭയും മറ്റ് ഇത്തരം ബിഷപ്പുമാരൊക്കെ ഇതേ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും BJPയെ സംബന്ധിച്ച് ആ നിലപാടിൽ ഒരു പുനഃപരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് BJPയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ആളുകൾക്കിടയിൽ ഇത് സംബന്ധിച്ച് കുറച്ച് റിസർവേഷനൊക്കെ ഉണ്ടായിരുന്നു. അമിതമായിട്ടുള്ള ഈ ക്രിസ്ത്യൻ സഭകളോടുള്ള ഒരു പ്രീണനം അല്ലെങ്കിൽ അവരെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നു, അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊപ്പം
ഒപ്പം സഞ്ചരിക്കുന്നു, അവർക്ക് വേണ്ടി നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് റിസർവേഷൻസ് ഈ BJPയുടെ അടിസ്ഥാന വോട്ട് ബാങ്കിനുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറയേണ്ടി വരും. എന്തായാലും ഷോൺ ജോർജ് ആണെങ്കിലും PC ജോർജ് ആണെങ്കിലും നടത്തിയിരിക്കുന്ന ഉചിതമായുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. ഇത് കുറേ കാലമായിട്ട് നടക്കുന്ന ദീപികയൊക്കെ തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് സഭ BJPക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നത്, എന്നിട്ട് നേർവിപരീതമായിട്ട് ഓപ്പണായിട്ട് UDFനെ അനുകൂലിക്കുന്നു എന്നത് മാത്രമല്ല BJPയുടെ അമിത വിരോധം പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയിൽ നിഷിദ്ധമായുള്ള വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്തെത്തും എത്തിയപ്പോൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സാഹചര്യം. BJPയെ സംബന്ധിച്ച് BJPയുടെ ടാക്ടിക്സ് മാറ്റേണ്ട സമയമായെന്നാണ് തോന്നുന്നത്. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ളത് വേറെ തലത്തിലേക്ക് BJP മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയം വന്നു എന്നാണ് ഇപ്പോൾ ഈ ഷോൺ ജോർജിൻ്റെയും PC ജോർജിൻ്റെയൊക്കെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് മറ്റൊരു സൂചന കൂടി നൽകുന്നുണ്ട്. NSS SNDP ഈ രണ്ട് സംഘടനകളല്ല, ഈ സംഘടനയുടെ നേതൃത്വം വളരെ മോശമായുള്ള ഒരു സമീപനമാണ് BJPയോട് സ്വീകരിക്കുന്നത്. BJP നേതാക്കളാണെങ്കിൽ ഇവരെ വിമർശിക്കാൻ, കത്തോലിക്ക സഭയിലെ ഈ ബിഷപ്പുമാരെയൊക്കെ വിമർശിക്കാൻ എങ്ങനെയാണോ മടിക്കുന്നത്, അതുപോലെ തന്നെ G. സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയൊക്കെ വിമർശിക്കാൻ BJP നേതൃത്വം ഒരിക്കലും തയ്യാറാകുന്നില്ല. പലപ്പോഴും ഇവരെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങളൊക്കെ നേരിടുമ്പോൾ അവർക്കൊപ്പം നിലയുറപ്പിക്കാൻ, അവരെ ഡിഫെൻഡ് ചെയ്യാനും BJP നേതാക്കൾ മുൻപന്തിയിൽ ഉണ്ടാകാറുണ്ട്. അപ്പം ഈ രണ്ട് സംഘടനാ നേതൃത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടും BJP ഒരു പുനഃപരിശോധന നടത്തേണ്ട സമയമായെന്നാണ് തോന്നുന്നത്. കാരണം ഇത്തരം സംഘടനകളെ അമിതമായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ BJPക്ക് ഇവിടെ അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവരുടെയൊക്കെ, അതായത് ഈ സഭാ നേതൃത്വമാണെങ്കിലും അല്ലെങ്കിൽ SNDPയുടെ NSSൻ്റെയൊക്കെ നേതൃത്വത്തിന് വ്യക്തമായുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ട്. അപ്പം അതുകൊണ്ട് BJP ഒരു പുനഃപരിശോധന മൊത്തത്തിൽ BJPയുടെ ടാക്ടിക്സിൽ പയറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും BJPക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം കേരള പൊളിറ്റിക്സ് ബൈപോളർ എന്നുള്ള രീതിയിൽ നിന്നൊരു ട്രൈപോളറായിട്ട് മാറിയിരിക്കുന്നു. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. BJPക്ക് ഇത്തവണ MLA-മാരുണ്ടാവും, നിയമസഭയിൽ അവർക്ക് പ്രാതിനിധ്യമുണ്ടാവും. ഏകപക്ഷീയമായിട്ട് പ്രമേയങ്ങളൊന്നും പാസ്സാക്കാൻ ഇനി സാധിക്കില്ല എന്നതാണ് ഒരു വസ്തുത. എന്തായാലും നമുക്ക് അത്തരം നീക്കങ്ങൾ എങ്ങനെ വരുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കാം.